ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ് സോങ് കേരളയുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്നാണ് ആ ഒരു പോവാണ്, ഒരു കവിതയാണ്. ആ കവിതയുടെ പേര് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ, കെ സച്ചിദാനന്ദൻ്റെയാണ്. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ വരച്ച ചിത്രങ്ങൾ. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വരച്ച ചിത്രങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിന്ന് ഈ ലാസ്റ്റ് പോയാണ് നോക്കാൻ പോകുന്നത്. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ ബൈ കെ സച്ചിദാനന്ദൻ. അപ്പോൾ ഇതൊരു 2018 വെള്ളപ്പൊക്കവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോയാണ് ദ പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്നത്. 2018 വെള്ളപ്പൊക്കവുമായിട്ട് വന്നതാണ്. നമുക്കറിയാം 2018 കേരളത്തിൽ വലിയൊരു പ്രളയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 2018 വാസ് ആൻ ടെറിബിൾ വൺ ഫോർ കേരള. കേരളത്തിലെല്ലാവർക്കും ഭയമായിരുന്നു 2018. കേരള എക്സ്പീരിയൻസ് ആൻ അബ്നോർമലി ഹൈ റെയിൻഫോൾ. നല്ല മഴ ലഭിച്ചു. ഫ്രം ജൂൺ 1 2018 ടു 19 ഓഗസ്റ്റ് 2018 വളരെ ശക്തമായിട്ടുള്ള മഴയുണ്ടായി. ദിസ് റിസൾട്ടഡ് ഇൻ സിവിയർ ഫ്ലഡിങ്. ഇത് വളരെ ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി. 13 ഔട്ട് ഓഫ് 14 ഡിസ്ട്രിക്റ്റ്, ഒരുവിധം എല്ലാ ജില്ലകളിലും വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ച മഴയേക്കാൾ ഒരു 40% കൂടുതൽ മഴ പെയ്തു എന്നാണ് പറയുന്നത്. ഡ്രോൺ ഓൺ കേരള. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ ഈസ് എ പോം റിട്ടൺ ഇൻ ദ വേക്ക് ഓഫ് ഗ്രേറ്റ് ഫ്ലഡ് ഇൻ കേരള ഇൻ 2018. ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രമേയത്തിൽ എഴുതിയ കവിതയാണ്. ഈ ഒരു 4 പാർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. 4 പാർട്ടിൻ്റെ പേരെന്താ? ദ ബോട്ട് എന്ന് പറഞ്ഞൊരു പാട്ട്, ദ കാറ്റ്, ദ സ്ലേറ്റ്. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ എഴുതുന്ന സ്ലേറ്റില്ലേ, അത് തന്നെയാണ്. സ്ലഷ് എന്ന് പറഞ്ഞാൽ ചെളി. അത് ഈ ഒരു 4 ഭാഗം വെള്ളപ്പൊക്കത്തിൻ്റെ പല ഫേസസ്, പല മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. The poet establishes a parallel between coming of flood waters and an encroacher who comes into the house. Each has a cistern and then forces the residents to leave. ഈ ഒരു വെള്ളപ്പൊക്കത്തെ കവി കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ വീട്ടിൽ കടന്നു വരികയാണ്. അതായത് വീട്ടുകാരൻ്റെ അനുവാദം ഇല്ലാതെ ആരോ വീട്ടിൽ അതിക്രമിക്കാൻ വരുന്നു. അവിടെയുള്ളതെല്ലാം ഭക്ഷിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് നിർബന്ധിച്ച് പുറത്തേക്ക് പോകാൻ പറയുന്നു. ഇതൊക്കെയാണ് ഒരു കവിതയുടെ പ്രമേയം. ഇപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളതെല്ലാം വെള്ളം വിഴുങ്ങും അല്ലേ. അപ്പം ആ ഒരു വീട്ടിലുള്ള ആളുകൾ പോകാൻ, വീട് വിട്ട് എവിടേക്കെങ്കിലും രക്ഷപ്പെടാൻ നിർബന്ധിതരാവും. ഇതൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ദി ഷോൺ ഓൺ അൺഎക്സ്പെക്റ്റഡ് മൺസൂൺ ബിക്കം എ ഡെലൂജ് ആൻഡ് വീക്സ് ഹവോക്ക് എൻ എ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഈ ഒരു വെള്ളപ്പൊക്കം ഒരു സംസ്ഥാനത്ത് ഇത്രയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇത് പറഞ്ഞു തരുന്നത്. ദ നെക്സ്റ്റ് പാർട്ട് ഷോസ് ദ കറേജ് ആൻഡ് റീസൈലൻസ് ഷോൺ ബൈ ദ പീപ്പിൾ. പക്ഷെ പിന്നീട് ജനങ്ങൾ ധൈര്യം കാണിച്ചിട്ട് അവർ സൈലൻസിലൂടെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് പിന്നെ പറയുന്നത്. ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്ത് പ്രതീക്ഷയാണ്. കാരണം മഴ മാറി, വെള്ളപ്പൊക്കം കുറഞ്ഞു തുടങ്ങി, വീണ്ടും പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ വരികയാണ്. ഹോപ്പ് ഷൈൻസ് ലൈക്ക് എ സൺ ഓവർ ഓൾ മിസറീസ്. ഒരു സൂര്യപ്രകാശം പോലെ, കാരണം മഴ മാറി സൂര്യൻ ഉദിക്കുകയാണ്. അപ്പോൾ എല്ലാ മിസറീസ് എന്ന് പറഞ്ഞ ദുഃഖങ്ങൾക്കും മേലെയുള്ള ഒരു പ്രതീക്ഷയായിട്ട് ആ സൂര്യപ്രകാശം വരികയാണ്. ദ ഫൈനൽ പാർട്ട് സ്ലഷ്. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ സ്ലഷാണ്, ചെളിയാണ്. ഈസ് എ ഫൈൻ പീസ് ഓഫ് എക്കോളജിക്കൽ പോയട്രി. ഒരു പരിസ്ഥിതി കവിതയുടെ ഏറ്റവും നല്ലൊരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. ദ പോയറ്റ് ടെൽസ് us what we lost something. നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ് റിസൈഡ്സ് ഇൻ ദ മെമ്മറി. അതെന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഓഫ് സ്ലഷ്. ആ ഒരു ചെളി എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മപ്പെടുത്തലാണെന്ന് പറയാണ്. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടോ, ആ ഒരു വെള്ളത്തിൻ്റെ പിന്നിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ആ ഒരു ചെളി എന്നും കൂടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോയത്തിലേക്ക് കിടക്കാം. ആസ് വി ലുക്ക് ഓൺ. നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ആസ് വി ലുക്ക് ഓൺ വാട്ടർ കംസ് ഇൻ ലൈക്ക് എ ലോങ് നോൺ നെയ്ബർ through the gate to the courtyard, from the steps to the corridor, from the drawing room to the store room without caring to announce its name. നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ ഓരോ വീട്ടിലേക്കും വെള്ളം കടന്നു വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ വെള്ളം വരികയാണ്. നമ്മുടെ വീടിനെ പറ്റിയിട്ടും നമ്മുടെ വീട്ടുകാരെ പറ്റിയിട്ടും നല്ല പോലെ അറിയുന്ന ഒരു അയൽപ്പക്കക്കാരനെ പോലെയാണ് വെള്ളം കടന്നു വരുന്നത്. നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല വെള്ളം കടന്നു വരുന്നത്.
വെള്ളം ആദ്യം ഗേറ്റിലൂടെ എത്തി, പിന്നെ നമ്മുടെ വരാന്തയിലേക്ക് കോർട്ട്യാർഡിലേക്ക് കയറി, പതുക്കെ പതുക്കെ സ്റ്റെപ്പുകൾ കയറി കോറിഡോർ എത്തി. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് റൂമിൽ നിന്നും പിന്നെ സ്റ്റോർ റൂമിലേക്ക് എത്തി. വിത്തൗട്ട് കെയറിങ് ടു അനൗൺസ് ഇറ്റ് നെയിം. അത് ഞാൻ വരുന്നുണ്ട് എന്ന് പോലും അത് നമ്മളോട് പറയുന്നില്ല. ഈവൻ ഫോർഗെറ്റിംഗ് ഇറ്റ് ഈസ് എ റിവർ. താനൊരു റിവറാണ് എന്ന് പോലും അത് മറന്നു പോകുന്നു. അങ്ങനെ ആരുടെ അനുവാദം ഇല്ലാതെ അത് നമ്മുടെ വീടിൻ്റെ എല്ലായിടത്തും എത്തുന്നു. സോറി, നോവർ ഹെൽസ് ടു ഗോ. നിർഭാഗ്യവശാൽ ഇനി പോകാൻ ഇടമൊന്നുമില്ല, എല്ലായിടത്തും വെള്ളം എത്തിക്കഴിഞ്ഞു. വാട്ടർ ക്രിസ്പലി ടെൽസ് ഓക്ക് സ്ട്രക്ക് പീപ്പിൾ ഓഫ് ദ ഹൗസ്. വീട്ടിലെല്ലാവരും ഭയക്കാനായിട്ട് തുടങ്ങുന്നു. സ്ലോലി ഇറ്റ് എൻറ്റേഴ്സ് ദ കിച്ചൺ. പതുക്കെ പതുക്കെ അത് കിച്ചണിൽ അടുക്കളയിലും കയറി. ഡിവോഴ്സ് വാട്ട് എവർ ഇറ്റ് എൽസ്. അവിടെയുള്ളത് മുഴുവൻ അത് ഡിവോർ ചെയ്യാന്ന് പറഞ്ഞാൽ വിഴുങ്ങി, വെള്ളം വിഴുങ്ങി. പിന്നെ ഗോസ് ടു ദ ബെഡ്റൂമിലേക്ക് പോയി. സ്ട്രെച്ചസ് ഇറ്റ് സെൽഫ് ബിഹൈൻഡ് ദ ഡോർ ലെഫ്റ്റ് എ ജാർ. എല്ലാത്തിലും വെള്ളം കയറുകയാണ്. ദെൻ സ്ലോലി ഇറ്റ് വേക്കപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തിൻ്റെ ഉയരം കൂടി വന്നു. സ്ട്രെയിറ്റൻസ് ഇറ്റ് ബാക്ക് ആൻഡ് സ്കൈയേഴ്സ് ദ റെസിഡൻസ്. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഹൈറ്റ് കൂടി വന്നപ്പോൾ അവിടെയുള്ള വീട്ടുകാർക്ക് ഭയം വരാനായിട്ട് തുടങ്ങി. വിത്ത് ഇറ്റ് എക്സ്പോസ്ഡ് മസിൽസ്. അതിൻ്റെ മസിൽസുകൾ അത് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ, ഭീകരത കൂടി വന്നു. ഇറ്റ് ബ്രേക്സ് ഫാസ്റ്റ് ഓൺ വാട്ട് എവർ ഇറ്റ് കംസ് എക്രോസ്. വരുന്നതൊക്കെ അത് വിഴുങ്ങി. ടച്ചസ് ദ സീലിംഗ് വിത്ത് സോളൻ ബെല്ലി. വീർത്ത വയറായി വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ, കാണുന്നതൊക്കെ വിഴുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി അത് ഉയർന്നു. അപ്പോൾ വീർത്ത വയറ് എന്നാണ് പറയണത്. പെർസോണിഫിക്കേഷനാണ്. വെള്ളത്തിന് ഇവിടെ ഒരു മനുഷ്യൻ്റെ രൂപം കൊടുക്കുന്നു, വിഴുങ്ങുന്നു ഒക്കെ. അപ്പോൾ വെള്ളത്തിനെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഒരു പെർസോണിഫിക്കേഷനാണ് വേണമെങ്കിൽ പറയാം. അങ്ങനെ വെള്ളം ആ ഒരു വീടിൻ്റെ സീലിംഗ് വരെ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയണത്. ആ വെള്ളം ആ ഒരു സീലിംഗ് വരെ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ എന്താണ്ടായേ, അൺടിൽ ദ പീപ്പിൾ ഇൻ ദ ഹൗസ് എക്സ്ക്ലെയിം ഇൻ ഫയർ വി ഷാലി. അങ്ങനെ ജനങ്ങൾ പേടിച്ചു. ആ വീട്ടിലെ ആളുകൾ ഭയന്ന് അവർ ലാസ്റ്റ് പറയാണ്, പോകാം, നമുക്ക് ഇവിടം വിട്ടു പോകാം, ഈ വീട് വിട്ടു പോകാം എന്ന് പറയുന്നത് വരെ വെള്ളം എത്തി. അപ്പോൾ അതാണ് അത്. ഇനി ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ബോട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ബോട്ട്. സാധാരണ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ബോട്ടുകളിലാണ് വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നത്. അപ്പോൾ ചില ബോട്ടുകളിൽ 1-2 ആളുകൾക്കൊക്കെ കയറാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ. വീട്ടിലാണെങ്കിൽ 5-6 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആര് കയറും എന്നൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സെൽഫ്ലെസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ പറയും മക്കളോട് കയറിക്കോളാൻ, മക്കൾ പറയും പ്രായമായിട്ടുള്ള അച്ഛൻ കയറിക്കോളാൻ, അമ്മേനെ കയറ്റിക്കോളാൻ പറയും. അങ്ങനെ ആളുകളൊരു എന്താ പറയുക, സെൽഫിഷ്നെസ് മാറി, സ്വാർത്ഥതയൊക്കെ മാറി, എല്ലാവരും ഒന്നാണെന്നുള്ള ഫീലിങ്ങൊക്കെ വന്നൊരു സമയമായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നൊരു സമയമായിരുന്നു ഒരു വെള്ളപ്പൊക്കം സമയം. നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു വീട്ടിലെ ചിത്രമാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? സിക്ക് മദർ, പ്രായമായിട്ടുള്ളൊരു സുഖമില്ലാത്ത അമ്മയുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോട്ടർ ഉണ്ട്. ആൻഡ് എ സൺ, അവരുടെ മകനുണ്ട്. ഹു ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം. എല്ലാവരും ബോട്ട് നോക്കി നിൽക്കുകയാണ്. ദ റെസ്ക്യൂ ബോട്ട്, രക്ഷപ്പെടുത്താനുള്ള ബോട്ട് വന്നു. ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. പക്ഷെ നിർഭാഗ്യവശാൽ ആ ബോട്ടിൽ ഒരാൾക്കുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്താ കാണുന്നത്? ദ 3 ക്വാറൽ എമോങ് ദംസെൽസ്. 3 പേരും തല്ലുകൂടുന്നതാണ് കാണുന്നത്. നമ്മൾ വിചാരിക്കും തല്ലുകൂടുമ്പോൾ ഞാൻ പോകാം പറഞ്ഞിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പോകുന്നില്ല, നീ പോകൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു വഴക്ക്. ദ 3 ക്വാറൽ എമോങ് ദംസെൽഫ് നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട് ബട്ട് ഫോർ അതർ ടു ക്ലൈംബ് ഇൻ. മറ്റൊരാളെ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ആ വഴക്ക്. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ് സെൽഫ്ലെസ്. ഇങ്ങനെയുള്ള ട്രാജഡികൾ വരുമ്പോൾ മനുഷ്യർ എന്തായിട്ട് മാറും? സെൽഫ്ലെസ് ആയിട്ട് മാറും. ആൻഡ് ഡെത്ത് ഫിയർലെസ്. മരണം ആളുകളെ ഭയമില്ലാത്തവരാക്കി മാറ്റും. ഓക്കെ, ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീയിങ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് മേക്ക് ഫിയർലെസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ? ദ കാറ്റ് എന്ന് പറഞ്ഞുള്ള സെക്ഷനാണ്. ദ കാറ്റ് അബാൻഡഡ് ഇൻ ദ ഹൗസ്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ ആണ് ദ കാറ്റ് എന്ന് പറയുന്നത്. പൂച്ച എങ്ങനെ ഈ ഒരു വെള്ളപ്പൊക്കത്തെ നേരിട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷൻ. ദ കാറ്റ് അബാൻഡഡ് ഇൻ ദ ഹൗസ്.
ദ കാറ്റ് അബാൻഡഡ് ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞു, പൂച്ച മാത്രം അവിടെ നിന്നു. വീട്ടിലുള്ള എല്ലാവരും പോയി, പൂച്ച മാത്രം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ. സോ ഫിഷസ് കമ്മിങ് ക്ലോസ് ടിക്ലിങ്. അപ്പോൾ ഈ ഒരു വെള്ളം വന്നപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ മീനുകൾ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരികയാണ്. അപ്പോൾ പൂച്ചയ്ക്ക് തോന്നുകയാണ് കാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് പൂച്ചകൾ കാറ്റിനെ കളിയാക്കുകയാണെന്നാണ്, മീനുകൾ കാറ്റിനെ ടിക്ലിംഗ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആൻഡ് ലോഫിങ് അറ്റ് ഹം, പൂച്ചയോട് ചിരിക്കുന്ന പോലെയാണ് കാറ്റിന് തോന്നുന്നത്. ക്യാൻ പ്രൈസ് ലോഫ് ലൈക്ക് ദിസ്. ഈ സമയത്ത് പൂച്ച ചിന്തിക്കുകയാണ്, എൻ്റെ ഇരയാണ് മീനുകൾ, ആ ഇരയ്ക്ക് എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ട്രാൻസിയൻ സ്പ്രെഡ് ഇറ്റ്സ് നെസ്റ്റ് സോ ഫാസ്റ്റ്. ഇപ്പോൾ മരണം അതിൻ്റെ വല ഇപ്പോൾ പെട്ടെന്ന് വിരിക്കുമോ എന്നിൽ എന്ന് പൂച്ച ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു പൂച്ച ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. വെൻ ദർ ഇസ് നോ ബ്രാഞ്ച് ഓർ വാൾ ടു ക്ലൈംബ് അപ്പോൺ ഈവൺ എ കാറ്റ് ബിക്കംസ് ഫിലോസഫർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല, ഒരു ബ്രാഞ്ചോ ഒരു വോളോ ഒന്നുമില്ല, മരണം ഉറപ്പാണ്. ആ സമയത്ത് ഒരു പൂച്ച പോലും തത്വചിന്തകനെ പോലെ ചിന്തിക്കും എന്നാണ് ഇവിടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ കാറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ആദ്യത്തെ സെക്ഷൻ ബോട്ടായിരുന്നു, പിന്നെ കാറ്റിൻ്റെ സെക്ഷനായിരുന്നു. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലേറ്റാണ്. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ആദ്യം എഴുതും സ്ലേറ്റിലല്ലേ, ആ സ്ലേറ്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സിറ്റിംഗ് ഇൻ ദ വാട്ടർ ഇൻ ദ വേക്കൻറ്റ് ഹൗസ് ദ ചൈൽഡ് സ്ലേറ്റ് റിമെമ്പർ. ഒരു വീട്ടിൽ ആരുമില്ല, എല്ലാവരും പോയി, വെള്ളം കയറി. അപ്പോൾ ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ആ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരിക്കാം, ആ കുട്ടി എഴുതി സ്ലേറ്റ് ആയിരിക്കാം. അപ്പോൾ ആ സ്ലേറ്റ് ഓർക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ദാറ്റ് ലേ ഹിഡൻ. ഓരോ സ്ലേറ്റിനും പിന്നിലും അതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അതെങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി എന്നുള്ള ചരിത്രം. ആ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ റോക്ക് ഫ്രം ഇറ്റ് വാസ് കട്ട്. ഏതോ ഒരു പാറയിൽ നിന്നാണത് മുറിച്ചെടുത്തിട്ടുള്ളത്. ദ വേർഡ്സ് ക്യാൻ സ്കെച്ചസ് സ്ക്രോൾഡ് ഓൺ ഇറ്റ്സ് ഗ്രേ സർഫസ് ബൈ ടൈനി ഹാൻഡ്സ്. ഒരു സ്ലേറ്റിന് ഒരുപാട് കഥ പറയാണ്ട്, കാരണം അതിൽ കൃത്യമായിട്ട് എഴുതാൻ അറിയാത്തൊരു കൊച്ചുകുട്ടിയുടെ കൈകൾ വരച്ചത് കോറിയിട്ടുണ്ടായിരിക്കും സ്ലേറ്റ്. അത് വലിയൊരു ഓർമ്മയാണ്. നൗ ദ സ്ലേറ്റ് ഈസ് തിങ്കിങ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ യൂണിവേഴ്സ് വിത്തിൻ 4 വുഡൻ ഫ്രെയിംസ്. ഇപ്പോൾ ഒരു പുതിയൊരു ലോകത്തെ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്, ഒരു യൂണിവേഴ്സിന് ഈ ഒരു സ്ലേറ്റിന് ചുറ്റും 4 വുഡൻ്റെ ഫ്രെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ സ്ലേറ്റ്. അപ്പോൾ ഒരു പുതിയ ലോകം ഉണ്ടാക്കുന്നതിനെ പറ്റി ആ സ്ലേറ്റ് ചിന്തിക്കുകയാണ്. ഇത് ഡ്രീംസ്. അപ്പോൾ അതായത് പുതിയ ആ ഒരു മഴ പതുക്കെ ശമിച്ചു തുടങ്ങി ഒരു പ്രതീക്ഷയാണ് അവിടെ വരുന്നത്. A new universe within 4 wooden frames. It dreams of a sky where letters rise like stars. അതൊരു ആകാശ സ്വപ്നം കാണാണ്. ആ ഒരു ആകാശത്തിൽ സ്റ്റാർസിനെ പോലെ, അതായത് എന്താ പറയുക, നക്ഷത്രങ്ങൾ വരട്ടെ ലെറ്റേഴ്സിനെ പോലെ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് നക്ഷത്രങ്ങളെ പോലെ വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതായത് ഒരു പുത്തൻ ഉണർവ്, മഴ മാറി ഒരു പ്രതീക്ഷ വരട്ടെ എന്നൊക്കെയാണ്, പുതിയൊരു ജീവിതം വരട്ടെ ആളുകൾക്ക് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് വാട്ടർ റിസീഡ്. വെള്ളം കുറയട്ടെ, മഴ മാറട്ടെ, വെള്ളം പോകട്ടെ. ലെറ്റ് ദ സൺ റിട്ടേൺ. സൂര്യൻ തിരിച്ചു വരട്ടെ. ഐ വിൽ അഗെയിൻ ബി എ പാർട്ട് ഓഫ് എർത്ത്. അപ്പം ഞാൻ വീണ്ടും കുട്ടികൾ വരും, വീണ്ടും കുട്ടികൾ എഴുതും, അങ്ങനെ ഞാൻ വീണ്ടും ഭൂമിയുടെ ഭാഗമാവും. ആൻഡസ് ഓഫ് ഇൻഫിനിറ്റി, എന്നേക്കുമായിട്ട് എന്നാണ് ഇവിടെ സ്ലേറ്റ് പറയുന്നത്. സ്ലേറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമാകുമ്പോഴേക്കും മഴ പതുക്കെ കുറഞ്ഞു, പ്രതീക്ഷകളൊക്കെ വന്നു തുടങ്ങി, പണ്ടത്തെ ഒരു ജീവിതത്തിലേക്ക് എത്തുകയാണ് കേട്ടോ, എത്തിത്തുടങ്ങി. ലാസ്റ്റ് പാട്ട് നോക്കാം. സ്ലഷാണ് ലാസ്റ്റ് ചാപ്റ്റർ. സ്ലഷ് എന്ന് പറഞ്ഞാൽ ചെളി. നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകൾ ബുദ്ധിമുട്ടിയത് ചെളി കൊണ്ടാണ്, കാരണം അത്രയും ചെളി ഉണ്ടായിരുന്നു വീട്ടിൽ. ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ്. ചെളി വീട്ടിലെത്തി. ഈസ് ഫുൾ ഓഫ് ടർബിഡ് മെമ്മറീസ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഓർമ്മകൾ, ഭീകര ഓർമ്മകളാണ് നമുക്ക് ഈ ഒരു ചെളി സമ്മാനിക്കുക. നൗ സോളിഡ്. ഇപ്പോൾ കട്ട പിടിച്ച് നിൽക്കുകയാണ് ചെളി. ഇപ്പോൾ എളുപ്പമല്ല കഴുകിക്കളയാൻ. അപ്പോൾ അത് ഇനി എന്താ പറയുന്നത്, ഫീൽഡുകൾ, പാഡുകൾ, പോണ്ടുകൾ, ലില്ലികൾ. അപ്പോൾ ഇതൊക്കെ പുത്തൻ ഒരു ജീവിതം, അല്ലെങ്കിൽ ഒരു പുത്തൻ വെള്ളപ്പൊക്കമൊക്കെ മാറി ഒരു പുത്തൻ ജീവിതമാണ് പറയുന്നത്. പാടങ്ങൾ, പാഡി, അതായത് നെൽച്ചെടികൾ, പോണ്ട്, കുളം, ലില്ലിപ്പൂക്കൾ, ബ്ലൂ ഫ്ലവേഴ്സ് ഇൻ ദ ഹാർവസ്റ്റഡ് ഫീൽഡ്, കൃഷി സ്ഥലത്ത് നീലപ്പൂക്കൾ. ചിൽഡ്രൻ റേസിങ് ടു ഗ്യാദർ ഫ്ലവേഴ്സ്. ആ പൂക്കൾ പൊട്ടിക്കാനായിട്ട് കുട്ടികൾ ഓടിപ്പോവാണ്. ലൈക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് ഹാങ്ങിങ് ഫ്രം ദർ നെക്ക്. കഴുത്തിലൊരു പൂക്കൊട്ടയും കെട്ടിയിട്ടിട്ടാണ് ആ കുട്ടികൾ പോകുന്നത്. പാരറ്റ്സ് ലൈക്ക് ഫ്ലൈയിങ് ഗ്രീൻ കോറൽ ലീവ്സ്. എഗെയിൻ ഇവിടെ ഒരു സിമിലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
തത്തകൾ എന്തുപോലെയാണ് പോകുന്നത്? കോറൽ ലീവ്സ് ഫ്ലൈ ചെയ്യുന്ന പോലെയാണ് തത്തകൾ പോകുന്നത് എന്ന് പറയാണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. യെല്ലോ ബട്ടർഫ്ലൈസ് ആസ് ഇഫ് ഫയർ ഓൺ. തീ പോലെ യെല്ലോ ബട്ടർഫ്ലൈസ്, അത് മെറ്റഫറിന് എക്സാമ്പിളാണ്. ഒരു ഫയറിലുള്ള പോലെ. ദ ട്രാങ്ക്വിൽ ഹൈ നൂൺ ഓഫ് ഗ്രേസിങ് കൗസ്. പശുക്കൾ ഇങ്ങനെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ തിന്നാനായിട്ട് പോകുന്നുണ്ട്. ദ ഡോൺ ഓഫ് മെൻ ആൻഡ് ബുൾസ്. പ്രഭാതം വന്നു, അവിടെ മനുഷ്യർ ജോലിക്ക് പോകുന്നു, കാളകൾ പോകുന്നു. ഡാർക്ക് ഹാൻഡ് സോവിങ് സീഡ്സ്. വീണ്ടും കൃഷി നിലങ്ങൾ വിതയ്ക്കാൻ തുടങ്ങാണ്. അതായത് ആ ഒരു ട്രാജഡി മാറി വീണ്ടും ഒരു പുതിയ ജീവിതം വരികയാണ്. ഫീൽഡുകളിൽ, പാഡികളിൽ, പോണ്ട്, ലില്ലിപ്പൂക്കൾ, ബ്ലൂ ഫ്ലവേഴ്സ്, ഹാർവസ്റ്റഡ് ഏരിയയിൽ പറിക്കാൻ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് തൂക്കിയിട്ടാണ് പോകുന്നത്. കിളികളായിട്ടുള്ള പാരറ്റ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. കോറൽ ലീവ്സ് പോലെ ബട്ടർഫ്ലൈസ്, പശുക്കൾ, അതുപോലെ തന്നെ മനുഷ്യർ ജോലിക്ക് പോകുന്നു. ബുൾസ്, കാളകൾ നിലം ഉഴുതുമറിക്കുന്നു, അതൊക്കെയുണ്ട്. ദെൻ വീണ്ടും വിത്ത് വിതയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് ഭൂമിയിൽ. അപ്പോൾ എല്ലാം മാറി വീണ്ടും ഒരു പ്രതീക്ഷ, വീണ്ടും പുത്തൻ ഉണർവ് വന്നു കഴിഞ്ഞു കേട്ടോ. ദ ലീൻ ഹാൻഡ്സ് ഓഫ് റെയിൻ. മഴയുടെ ആ ഒരു കൈകളുടെ ഒരു എന്താ പറയുക തിക്നെസ് കുറഞ്ഞു, മഴ മാറി. ദ ഫസ്റ്റ് ഫെർട്ടൈൽ ഡേ ഓഫ് ദ എർത്ത്. അങ്ങനെ നമുക്ക് തോന്നുകയാണ് ആദ്യത്തെ ഭൂമിയിലെ ഫലഭൂഷ്ടമായുള്ളൊരു ദിവസം വീണ്ടും തിരിച്ചു വന്നു, ഭൂമിക്ക് വീണ്ടും ഒരു ജനനം ഉണ്ടായെന്ന് തോന്നുകയാണ്. വെൻ ഇറ്റ് വാസ് ബേൺഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഹാഡ് റെയിൻഡ് ടമിങ് ദ ഒരിക്കലും നമുക്കറിയാം മഴ പെയ്ത് ആകെ നശിച്ച് ഭൂമി ഒരു സ്ലഷ് ചെളി മാത്രമായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി, ഇപ്പം വീണ്ടും ഒരു പുത്തൻ ഉണർവ് വന്നു, ഫലഭൂഷ്ടമായൊരു ദിവസം ഭൂമിയിൽ വന്നു. അങ്ങനെ ഒരു പുതിയൊരു പുൽനാമ്പ് മുളച്ചു വന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ വീണ്ടും ഒരു പുത്തൻ ഉണർവും കാര്യങ്ങളൊക്കെ, വീണ്ടും മഴ മാറി നല്ലൊരു ലൈഫ് വന്നതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ലൈൻസും കൂടെ നോക്കാം. ഇതൊരു നമുക്ക് കൺക്ലൂഷൻ വേണമെങ്കിൽ ആയിട്ട് പറയാം. എന്താ അവസാനം ഉണ്ടായത്? ഹോപ്പ് ഷൈൻസ് ലൈക്ക് സൺ ഓൾ ഓവർ മിസറീസ്. എല്ലാ ദുഃഖങ്ങളുടെയും മേലെയായിട്ട് പ്രതീക്ഷ എന്ന സൂര്യൻ ഉദിച്ചു വന്നു. ദ ഫൈനൽ പാർട്ട് സ്ലഷ് ഈസ് എ ഫൈൻ പീസ് ഓഫ് എക്കോളജിക്കൽ പോയട്രി. ദ പോയറ്റ് ടെൽസ് ദാറ്റ് വാസ് വി ലോസ്റ്റ് സംതിങ് ബട്ട് റിസൈഡ്സ് ഇൻ ദ മെമ്മറി ഓഫ് സ്ലഷ് ബിഹൈൻഡ് ഇറ്റ്. ഇത്രയാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.